താജ്മഹലിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ഒരു ക്ഷേത്രത്തിന്റെ മുകളിൽ പണിത സ്മാരകമാണോ താജ്മഹൽ? താജ്മഹൽ യഥാർത്ഥത്തിൽ ഹിന്ദു ക്ഷേത്രം എന്നതാണ് സത്യമെന്ന് ഇന്നും ചിലർ വാദിക്കുന്നു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രമുറങ്ങുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. വിശാലമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 17 ഹെക്ടറോളം വരുന്ന മുഗൾ ചക്രവർത്തിയുടെ സ്മാരകം. താജ്മഹൽ പൊളിച്ച് ഹിന്ദു ക്ഷേത്രമാണോ അവിടെ വരേണ്ടത്? ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രേമവാചമായ മുംതാസിന് വേണ്ടി വെണ്ണക്കല്ലിൽ പണി കഴിപ്പിച്ച സ്മാരകം ഒരു ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് പണിതതെന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കാം. ജൂൺ 17, 1631. വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഷാജഹാൻ ചക്രവർത്തിക്കുള്ള ഒരു കാലം. മുഗൾ സാമ്രാജ്യ ചക്രവർത്തി ആയിരുന്ന അദ്ദേഹത്തിന്റെ 3ാം ഭാര്യയാണ് മുംതാസ് മഹൽ. 1631 14ാമത്തെ കുട്ടിയായിരുന്ന ഗൗഹാറ ബീഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മുംതാസ് മഹൽ മരണപ്പെടുന്നു. ഷാജഹാന്റെ മുംതാസിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെ 19ാം വർഷം അപ്പോൾ. താജ്മഹലിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. ഭാര്യയുടെ മരണത്തോടെ ഷാജഹാൻ വളരെ ദുഃഖത്തിലാകുന്നു. ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹം അയാളെ ഒരു സ്മാരകം പണി കഴിപ്പിക്കാൻ നിർബന്ധിതനാക്കുന്നു. മുംതാസിന്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ താജ്മഹലിന്റെ പണികൾ ആരംഭിക്കുന്നു. 1648 താജ്മഹൽ എന്ന അടിസ്ഥാന ശവകുടീരം പണിതു തീർത്തു. 1632 തുടങ്ങി 1653 തീർന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഈ വെണ്ണക്കല്ല് കൊട്ടാരത്തിന്റെ നിർമ്മാണം തീർത്തത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയയാണ് ഇതിന്റെ പ്രധാന ശില്പി. പേർഷ്യൻ സംസ്കാരത്തിന്റെയും മുഗൾ സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യകളുടെയും ഒരു സങ്കലനമാണ് താജ്മഹൽ എന്ന് നമുക്ക് പറയാം. ഇതുകൂടാതെ തിമൂർ രാജവംശത്തിൽ നിന്നുള്ള വസ്തുവിദ്യയും ഇതിന്റെ രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്നു. ആദ്യകാല മുഗൾ കെട്ടിടങ്ങളിൽ എല്ലാം തന്നെ ചുമന്ന മണൽ കല്ലുകളിലാണ് പണിതിരുന്നത്. പക്ഷേ ഷാജഹാൻ വിലപിടിപ്പുള്ള വെണ്ണക്കല്ലും മറ്റു ചില കല്ലുകൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നായി എത്തിച്ച സാധനങ്ങൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചത്. ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, ചൈന, അറേബ്യ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വെള്ള മാർബിളിൽ ഏഷ്യയിലെ വിവിധ ഇടങ്ങളിലായി നിന്നും കൊണ്ടുവന്ന വിലപിടിപ്പുള്ള പല കല്ലുകളും പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ള മാർബിൾ ജയ്പൂറുള്ള ഒരു ഹിന്ദു രാജാവ് തന്നു എന്നാണ് ചരിത്രം. തുടർന്ന് താജ്മഹലിന്റെ നിർമ്മാണശേഷം ഷാജഹാന്റെ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ ആഗ്ര കൊട്ടാരത്തിൽ തടങ്കലിലാക്കുകയും പിന്നീട് മരണശേഷം ഭാര്യയുടെ അടുത്ത് തന്നെ അടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു കെട്ടുകഥ മാത്രമാണ് ഷാജഹാൻ തൊഴിലാളികളുടെ കൈവെട്ടി മാറ്റി എന്നുള്ളത്. പക്ഷേ ഇതിന്റെ നിർമ്മാണ വേളയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് സത്യമാണ്. 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന സ്മാരകത്തിന്റെ ചുമരിൽ നിന്നും വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയി താജ്മഹലിന്റെ പുനർനിർമ്മാണത്തിന് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. 1908 ആ പുനരുദ്ധാരണം അവസാനിക്കുന്നു. ഈ ചരിത്രത്തിൽ എവിടെയും ആദ്യം പറഞ്ഞ ഹൈന്ദവ വിശ്വാസമുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായോ അത് പൊളിച്ചു കളഞ്ഞതായോ ഒന്നും രേഖകൾ ഇല്ല എന്നതാണ് വാസ്തവം.